വിശദമായ വാർത്തയിലേക്ക്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടു. ചാർട്ടർ ഫ്ലൈറ്റിലാണ് ബംഗളൂരുവിലേക്കുള്ള യാത്ര. ചികിത്സയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വേദനിപ്പിച്ചെന്നും ചികിത്സിച്ച ഡോക്ടർമാർക്ക് നന്ദിയെന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, വിമാനം പുറപ്പെട്ടോ? ചികിത്സയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. മറ്റൊന്ന്, അദ്ദേഹം മാധ്യമങ്ങളോട് ഇന്ന് പ്രതികരിച്ചിരുന്നു. അത് ഏകദേശം 2 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തെ നിംസ് ആശുപത്രിയിൽ നിന്ന് റോഡ് മാർഗം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ ആംബുലൻസ് സജ്ജീകരിച്ചിരുന്നെങ്കിലും കുടുംബാംഗങ്ങളും അദ്ദേഹവും ആവശ്യപ്പെട്ടത് കാറിൽ തന്നെ പോകാമെന്നായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഏകദേശം 3:30 കൂടിയാണ് വിമാനം ചാർട്ട് ചെയ്തിരുന്നത്. എന്തായാലും അദ്ദേഹത്തെ യാത്രയയക്കാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം ഉണ്ടായിരുന്നു. അദ്ദേഹം ബാംഗ്ലൂരിൽ PHC ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ ആണ് അദ്ദേഹത്തിന്റെ തുടർ ചികിത്സ. നേരത്തെ അദ്ദേഹത്തിന് ജർമ്മനിയിൽ ചികിത്സ ഉണ്ടായിരുന്നു. അതിന്റെ തുടർ ചികിത്സയാണ് അവിടെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബാംഗ്ലൂരിലേത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയ ശേഷം ഏകദേശം 30 കിലോമീറ്ററിലധികം ഉണ്ട് ഈ ആശുപത്രിയിലേക്ക് പോകാൻ. അത് അദ്ദേഹം റോഡ് മാർഗം തന്നെയായിരിക്കും പോകുന്നത്. അദ്ദേഹത്തോടൊപ്പം ചാണ്ടിയുമ്മനെ കൂടാതെ മറ്റു 3 ബന്ധുക്കളും കൂടാതെ നിംസ് ആശുപത്രിയിൽ അദ്ദേഹത്തിനോടൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർ, മറ്റു 2 ടെക്നീഷ്യന്മാരും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. അങ്ങനെ 7 പേരാണ് അദ്ദേഹത്തെ കൂടാതെ ബാക്കി ഒപ്പമുള്ളത്. നേരത്തെ ബെന്നിബെഹനാൻ അടക്കമുള്ളവർ അദ്ദേഹത്തോടൊപ്പം പോകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പോയില്ല. എന്തായാലും ബെന്നിബെഹനാൻ, MMFL, PC വിഷ്ണു അടക്കമുള്ളവർ അദ്ദേഹത്തെ യാത്ര അയക്കാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയിരുന്നു. നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നാണ് നിംസ് ആശുപത്രിയിൽ ചികിത്സിച്ച ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ന്യൂമോണിയ ബാധയെ തുടർന്ന് തിരുവനന്തപുരം നിംസ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. 2 ദിവസം കൊണ്ട് തന്നെ ന്യൂമോണിയ ബാധ നിയന്ത്രണ വിധേയമായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച സംസ്ഥാന സർക്കാർ നിയോഗിച്ച മെഡിക്കൽ സംഘവും അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് പോകാൻ എന്നുള്ള ഒരു അനുവാദം നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ബാംഗ്ലൂർ ആശുപത്രിയുടെ കൂടി വിവരങ്ങൾ ചോദിച്ച ശേഷം ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. KU ജനീഷ് കുമാർ MLA-ക്കെതിരെ കോന്നി താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റ് പുറത്ത്. മുൻകൂട്ടി നിശ്ചയിച്ച നാടകമാണ് ഓഫീസിൽ നടന്നത്. MLA നാടകത്തിൽ നിറഞ്ഞാടി. ഹാജർ രജിസ്റ്റർ പരിശോധിക്കാൻ MLA-ക്ക് എന്ത് അധികാരമെന്നും ഉദ്യോഗസ്ഥർ ചാറ്റിൽ ചോദിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോന്നി താലൂക്ക് ഓഫീസിനെ മോശമായി ചിത്രീകരിച്ചുവെന്നും വാട്സ്ആപ്പ് ചാറ്റിൽ പറയുന്നു. ആക്ഷേപവും പരിഹാസവും നേരിടാൻ ധൈര്യമുണ്ടെന്ന് KU ജനീഷ് കുമാർ MLA. വീഴ്ചയെ ന്യായീകരിക്കാനാണ് ഉദ്യോഗസ്ഥരുടെ ശ്രമം. ഡെപ്യൂട്ടി തഹസിൽദാർ നടത്തുന്നത് ഇതാണ്. റവന്യൂ മന്ത്രിയിൽ തനിക്ക് വലിയ വിശ്വാസമുണ്ട്. നവമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ നടപടി വേണമെന്നും KU ജനീഷ് കുമാർ. മാർക്ക് ചെയ്യാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത് ഞാനതും ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹം 4 പേരുടെ ഇങ്ങനെ വരച്ച് കാണിച്ചിട്ട് അദ്ദേഹം അത് എടുത്തുകൊണ്ട് പോയല്ലോ. അതിപ്പോൾ മീഡിയ ഞാൻ ഇത് നോക്കിയപ്പോഴാണ് അത് കണ്ടത്. പിന്നീട് 20-25 ആക്കാനും 21-25 ആക്കാനും ചില ആളുകൾക്ക് ഹാഫ് ഡേ ലീവ് ആക്കി രക്ഷപ്പെടുത്താനും ചില ആളുകളെ ചില വില്ലേജ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചതായിട്ടും ഒക്കെ രേഖ ഉണ്ടാക്കാനൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഏത് വില്ലേജിൽ പോകാൻ പരിശോധിക്കാം. ഇത് കേരളമാണല്ലോ, പരിശോധിക്കാം. നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിപ്പോൾ MLA-യുമായിട്ടുള്ളൊരു തർക്കമല്ല. ഞാൻ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടു, അതല്ലേ പ്രശ്നം. ആ പ്രശ്നത്തിൽ ഞാൻ നോക്കാതെ പോകണമായിരുന്നോ? അങ്ങനെ ഞാൻ ചെയ്യണമായിരുന്നോ? ഇതെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ കാര്യത്തിൽ ഗവൺമെൻറ് ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുക. ഗവൺമെൻറ്റും മന്ത്രിയും, ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ഒരു നയമുണ്ട്. ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കും. ആ പ്രവർത്തിക്കുന്ന ഒരാളെയും വെച്ച് വെറുപ്പിക്കില്ല. ആ പുഴിക്കുത്തുകളെയൊക്കെ കണ്ടെത്തും. അവർക്കൊക്കെ എതിരായിട്ട് ശക്തമായ നടപടി ഉണ്ടാവും. ഇതിനു മുമ്പ് അങ്ങനെ ചില കീഴ്വഴക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുക. LDF ഗവൺമെന്റിന്റെ നയം അതല്ല. കോന്നിക്ക് പിന്നാലെ കോഴിക്കോടും കൂട്ടാവധി. സബ് കളക്ടറുടെ ഓഫീസിൽ 33 ജീവനക്കാരിൽ 22 പേരും അവധിയെടുത്ത് സബ് കളക്ടറുടെ വിവാഹത്തിൽ പങ്കെടുത്തു.
സ്റ്റാഫ് കുറവായതിനാൽ ഡെപ്യൂട്ടേഷനിലെത്തിയവരും അവധിയെടുത്തു. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് കോഴിക്കോട് കോന്നിയിലേതുപോലെ തന്നെ സമാനമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ. ധന്യ, ഈ മാസം 3-നാണ് കോഴിക്കോട് സബ് കളക്ടറായ ചെൽസി സിനിയുടെ വിവാഹം. തിരുനെൽവേലിയിൽ വെച്ചാണ്. ഇവിടേക്കാണ് ഇപ്പോൾ 33 ജീവനക്കാരിൽ 22 പേരും അവധിയെടുത്തു പോയത്. തിരുനെൽവേലിക്ക് പോവുകയായിരുന്നു. ഇവിടെ നിന്ന് ഈ ജീവനക്കാർ 22 പേരും തിരുനെൽവേലിക്ക് പോവുകയായിരുന്നു. എന്നാൽ നമുക്കറിയാം, ഈ സ്റ്റാഫുമാരുടെ പൊതുവെ കുറവുള്ള ഒരു ഓഫീസാണ്. അതുകൊണ്ട് തന്നെ ഡെപ്യൂട്ടേഷനിൽ പല വകുപ്പുകളിൽ നിന്നും ആളുകൾ ഇവിടെയുണ്ട്. കാരണം ഈ ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുന്ന ഒരു ജില്ല കൂടിയാണ് കോഴിക്കോട്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ഡെപ്യൂട്ടേഷനിൽ എത്തിയവരായിരുന്നു നല്ലൊരു ശതമാനം ആളുകൾ. ഇവരെല്ലാം തന്നെയാണ് ഈ 3-ാം തീയതി കൂട്ടവധിയെടുത്ത് സബ് കളക്ടറുടെ വിവാഹത്തിന് പോയത്. ശരി, നന്ദി വിനേഷ്. മുഖ്യമന്ത്രിയുടെ പൊൻകുന്നം സന്ദർശനത്തിന് മുന്നോടിയായി യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി. ജില്ലാ ജനറൽ സെക്രട്ടറി നായിഫ് ഫൈസി, കാഞ്ഞിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ കളരിക്കൽ, കോൺഗ്രസ് ടൗൺ വാർഡ് പ്രസിഡന്റ് ES സജി എന്നിവരെ കാഞ്ഞിരപ്പള്ളി പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിൽക്കുമ്പോഴാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. കളമശ്ശേരിയിൽ KSU എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി മിബ ജോളിയെ പോലീസ് അപമാനിച്ചെന്ന പരാതിയിൽ അന്വേഷണത്തിന് ഉത്തരവ്. തൃക്കാക്കര ACPയോട് കൊച്ചി DCP റിപ്പോർട്ട് തേടി. സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് DGPക്ക് പരാതി നൽകിയിരുന്നു. അതേസമയം വനിതാ പ്രവർത്തകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കളമശ്ശേരി CI സന്തോഷ് തന്നെ പരസ്യമായി അപമാനിച്ചതെന്ന് മിബ ജോളി ന്യൂസ് 18നോട് പറഞ്ഞു. കളമശ്ശേരിയിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാനെത്തിയപ്പോഴാണ് സംഭവം. വനിതാ പോലീസ് സ്ഥലത്തില്ലാത്തതിനാൽ കളമശ്ശേരി CI അടക്കമുള്ള പുരുഷ പോലീസുകാർ മിവ ജോളിയെ കടന്നുപിടിക്കുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാണ് പരാതി. CM ഇതിന് പാസ് ചെയ്തു പോയതിനു ശേഷം അവിടെ യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ല. മാന്യമായി അറസ്റ്റ് ചെയ്ത് മാറ്റേണ്ട പോലീസ് ചെയ്തത് വളരെ ക്രൂരമായിട്ട്. അവിടെ വനിതാ പോലീസ് അവിടെ ഉണ്ടെന്നിരിക്കെ എന്നെ പിടിച്ചു മാറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CI ഉദ്യോഗസ്ഥൻ അനാവശ്യമായി വരികയും ആവശ്യമില്ലാതെ എന്നെ മർദ്ദിക്കുകയും തലയിൽ അടിക്കുകയും മുടിയിൽ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്ത് ആവശ്യമില്ലാതെ പ്രകോപനം ഉണ്ടാക്കി അസഭ്യം പറയുകയും പോടി എന്നെല്ലാം പറയുകയും എല്ലാം ചെയ്തു. വനിതാ പ്രവർത്തകയെ സമരമുഖത്ത് അപമാനിച്ച സംഭവത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവും കൊച്ചി DCCയും രംഗത്തെത്തി. DCC പ്രസിഡന്റ് DGPക്ക് പരാതി നൽകി. സംഭവം വിവാദമായ പശ്ചാത്തലത്തിൽ കൊച്ചി DCP തൃക്കാക്കര ACPയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം നാളെ മിവ ജോളിയുടെ മൊഴിയെടുക്കും. ന്യൂസ് 18 കൊച്ചി. ബജറ്റിലെ അധിക നികുതിയുമായി ബന്ധപ്പെട്ട് താനും KPCC അധ്യക്ഷനും പറഞ്ഞത് ഒരേ കാര്യങ്ങളെന്ന് പ്രതിപക്ഷ നേതാവ്. മാധ്യമങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തു. നികുതി അടയ്ക്കരുതെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞതിനെ പരിഹസിച്ചാണ് K സുധാകരൻ സംസാരിച്ചത്. എല്ലാ കാര്യങ്ങളിലും കൂടിയാലോചന നടക്കുന്നുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ നികുതി ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ തീരുമാനമെടുത്തു. അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ്, പരിഹസിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത്. അത് ഇന്നലെ അദ്ദേഹവും ഞാനും ഒന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. എന്നിട്ട് നിങ്ങൾ രണ്ടാണെന്നും പറഞ്ഞാണല്ലോ കൊടുത്തത്. അല്ല, അത് കളിയാക്കിയാണല്ലോ പറഞ്ഞത്. അത് സമരമാർഗത്തെ പറ്റിയാണെങ്കിൽ അത് KPCC പ്രസിഡന്റ് പറയും. അങ്ങനെ പാർട്ടി സമരം ചെയ്യുന്നുണ്ടോ എന്ന് UDF അല്ലല്ലോ പറയണത്. പാർട്ടി സമരം ചെയ്യുന്നുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം പറയും. ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞ ഒന്നാണ്. അത് ഞാൻ അദ്ദേഹത്തോട് ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ തമ്മിൽ പരസ്പരം ആലോചിച്ചിട്ടാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നിങ്ങൾ തർക്കമാണെന്ന് പറഞ്ഞത് കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ചിരിക്കുകയാണത് കണ്ട്. നികുതി ബഹിഷ്കരണ വിവാദം സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ നീക്കമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇതൊന്നും സർക്കാരിനെ ബാധിക്കില്ല. PK ശശിക്കെതിരായ അന്വേഷണം മാധ്യമ സൃഷ്ടി മാത്രം. റിസോർട്ട് വിവാദം അന്വേഷണം വേണ്ടെന്നാണ് പാർട്ടി നിലപാടെന്നും MV ഗോവിന്ദൻ. വിവിധ കേസുകളിൽ നിയമോപദേശങ്ങൾക്ക് സർക്കാർ ചെലവഴിച്ചത് 1,47,00,000. 3 വർഷം ചിലവഴിച്ച തുകയുടെ കണക്കാണിത്. നിയമമന്ത്രി P രാജീവ് നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ. സംസ്ഥാനത്ത് വിപുലമായ നിയമ സംവിധാനങ്ങളുള്ളപ്പോൾ പുറത്തുനിന്ന് വാദിക്കാൻ കൊണ്ടുവന്ന അഭിഭാഷകർക്ക് സർക്കാർ നൽകിയ 12 കോടിയുടെ കണക്കുകൾ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പുറത്തുവന്നത് വിവാദമായിരുന്നു. PK ബഷീർ MLAയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് കഴിഞ്ഞ 3 വർഷം നിയമോപദേശത്തിന് ചെലവാക്കിയ തുകയുടെ കണക്ക് മന്ത്രി P രാജീവ് വ്യക്തമാക്കിയത്. സോളാർ കേസിൽ നിയമോപദേശത്തിന് നൽകിയത് 5,50,000 രൂപ.
സർവകലാശാല വൈസ് ചാൻസലർ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറൽ തേടിയ വാക്കാലുള്ള അഭിപ്രായത്തിനും ചിലവായി 15 ലക്ഷം രൂപ. ഓരോ വർഷവും നിയമോപദേശം തേടാനായി സർക്കാർ ചിലവാക്കിയ തുക വ്യക്തമായി മറുപടിയിൽ പറയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിലെ നിയമവകുപ്പിൽ മാത്രം 284 ജീവനക്കാരുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ 567 ജീവനക്കാരുണ്ട്. കൂടാതെ 141 താൽക്കാലിക ജീവനക്കാർ വേറെയും. നിയമവകുപ്പ് ജീവനക്കാരുടെ ശമ്പളത്തിനും മറ്റ് ചിലവുകൾക്കും അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിനുമായി ഇക്കഴിഞ്ഞ ബജറ്റിലും കോടികൾ നീക്കിവച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് കൽപ്പറ്റയിൽ മരിച്ച ആദിവാസി യുവാവ് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ബന്ധുക്കൾ പറയുന്നു. ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ ലക്ഷണമുണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു കേന്ദ്രത്തിൽ ഭാര്യയ്ക്കൊപ്പമെത്തിയ ആദിവാസി യുവാവ് തൂങ്ങിമരിച്ച സംഭവത്തിലാണ് ബന്ധുക്കൾ ഗൌരവമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ച് വിശ്വനാഥനെ ചിലർ മർദ്ദിച്ചെന്നാണ് പരാതി. വിവാഹം കഴിഞ്ഞ് 8 വർഷത്തിനു ശേഷമാണ് ദമ്പതികൾക്ക് കുഞ്ഞുണ്ടായത്. കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇല്ലാത്ത മോഷണക്കുറ്റം ആരോപിച്ച് മാനസികമായി പീഡിപ്പിച്ചതാണ് വിശ്വനാഥൻ ജീവനൊടുക്കാൻ കാരണമെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. വിശ്വനാഥന്റെ സംസ്കാര ചടങ്ങുകൾ കൽപ്പറ്റ പറവയൽ കോളനിയിലെ വീട്ടുവളപ്പിൽ നടന്നു. ഇന്നലെ ഉച്ചയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ഒഴിഞ്ഞ പ്രദേശത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ വിശ്വനാഥനെ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആരോപണ വിധേയരായ സുരക്ഷാ ജീവനക്കാരുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. ന്യൂസ് 18 വയനാട്. ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൾക്കൂട്ട മർദ്ദനം നടന്നതിന് പ്രാഥമിക തെളിവുകൾ ഇല്ലെന്ന് പോലീസ്. യുവാവിനുമേൽ മോഷണക്കുറ്റം ആരോപിച്ചെങ്കിലും പരാതിക്കാരില്ല. കഴുത്തിൽ കയറ് കുരുങ്ങിയ പാടുകളാണ് കണ്ടതെന്നും മെഡിക്കൽ കോളേജ് ACP കെ സുദർശനൻ പറഞ്ഞു. ആത്മഹത്യ തന്നെയാണ്. നമുക്ക് കഴുത്തിൽ തൂങ്ങിയതിന്റെ ഒരു പരിക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ CCTV ദൃശ്യം വെച്ച് ചെയ്യും. മർദ്ദനം നടന്നതിന് വെളിവായിട്ടില്ല. കാരണം ഒരു മോഷ്ടാവണെന്ന് പറഞ്ഞിട്ട് ആരോപിച്ചെന്നൊരു പറയുന്നുണ്ട്. അത് മർദ്ദനം നടന്ന എന്ന് പറയുന്നില്ല. CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം കൂടുതലായിട്ട്. വിശ്വനാഥനെ കാണാതായ അന്ന് തന്നെ പോലീസിൽ ഭാര്യയുടെ അമ്മ ലീല പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ തയ്യാറായില്ലെന്നും ആരോപണമുയർന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പൂരം. കേരളത്തിലൊഴികെ മറ്റെല്ലായിടത്തും കോൺഗ്രസിനൊപ്പമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ത്രിപുരയിലെ ഭരണകൂട ഭീകരത കാരണം ജനങ്ങളാണ് ഈ സഖ്യം വേണമെന്ന് തീരുമാനിച്ചത്. രാജ്യത്തിലെ സ്ഥിതി പരിഗണിച്ചാണ് ദേശീയ തലത്തിലും കോൺഗ്രസുമായി കൈകോർക്കാൻ തീരുമാനിച്ചത്. തൃണമൂൽ കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ലാത്തതിനാലാണ് സഖ്യത്തിനായി അവരെ ക്ഷണിക്കാത്തതെന്നും സീതാറാം യെച്ചൂരി ന്യൂസ് 18നോട് പറഞ്ഞു. CNN ന്യൂസ് 18 അസോസിയേറ്റ് എഡിറ്റർ കുമാലിക സെൻഗുപ്ത യെച്ചൂരിയുമായി നടത്തിയ സംഭാഷണത്തിലേക്ക്. Political temperature of Tripura is high, and we have with us Sitaram Yechuri. We're just going to talk to him. Mr. Yechuri, what's the feel on the ground? Well, the mood of the people for the last few days that I've been here and campaigning is for a change. They want this government to go. They want a government that can protect their democratic rights and ensure the rule of law. And they are actually fed up with this misrule. Sir, another question is, what is the status of Tripura Mutha? You said today only local level adjustment. Now, can you please define that? Well, that is up to them. We appeal to them. They also agree in principle. Division of votes should not give advantage to the BJP. They are not fighting all the seats. So what they are doing, they say that they have not given a candidate against your secretary also. Secretary also. So and since they are openly declaring that they are against the BJP. So it depends at the local level, as I said. So the local level people will take the relevant decisions. Who has the greater chance of defeating the BJP? And you have support to that? But there's what the people will support. It's not our support. So how is it to be with the arch rivals in Tripura, Congress? Well, the point is today the situation is not only in Tripura but all over the country, except where the alternative is only between us and the Congress, like in Kerala. In all other places, we have decided very clearly that it is the need for all
patriotic forces to come together to safeguard the secular democratic character of the Indian Republic. That is the foremost task today. For that we appeal to everyone who is willing to come forward, including the Congress, including any force that is willing Trinamool? Trinamool is not willing to do that. That we see. And what we said during the last assembly elections in Bengal is actually turning out to be being vindicated. So one last question. The way opposition is, behaving in Parliament, what do you have to say? Well, the opposition is behaving very responsibly. It is the government that is being irresponsible. Is it? But they are saying that you're defaming, you're attacking the individual, and you're not allowing the Parliament to run. Who's not allowing? They are not allowing the Parliament to run. In a similar situation, in a weaker situation than what we have in today's conditions, JPCs were formed when the BJP was in the opposition. And if they say everything is hunky-dory, nothing is wrong, so what is wrong in having a JPC which will endorse their position? The fact that they are unwilling to do that is the giveaway. And what will be the numbers of left in Tripura? How confident are you of change? No, you see, the battle is begun. Every seat I'm contesting to win. Quite confident, and there is going to be a local level adjustment with Tripura Motha. The leadership has a support directly or indirectly. That's very clear from what Mr. Yechuri said. This is Kumalika Sengupta with Anshuman Roy reporting for CNN News 18 from Agartala. ബിജെപിയെ തോൽപ്പിക്കാൻ ആരുമായും സഖ്യമുണ്ടാക്കുമെന്ന് ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അതിന്റെ ഫലമാണ് ത്രിപുരയിലെ സഖ്യം. കേരളത്തിലെ CPMന് കോൺഗ്രസ് വിരുദ്ധ വികാരമാണ്. കേരളത്തിന്റെ CPMനെ കൂടി യെച്ചൂരി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നും KC വേണുഗോപാൽ. CPMന് ചിന്ത എപ്പോഴും കോൺഗ്രസ് വിരുദ്ധ വികാരമാണ് അവരുടെ പ്രയോറിറ്റി. അങ്ങനെയാണ് അവർ ചെയ്യാറുള്ളത്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്യമേ ഉള്ളൂ. BJP ഉയർത്തുന്ന വർഗീയ ഫാസിസമാണ് ഈ രാജ്യത്തെ ഏറ്റവും അപകടമുള്ള കാര്യം. കേരളത്തിലെ CPMനെ കൂടി യെച്ചൂരി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കണം. ഞങ്ങളുടെ മുഖ്യ ശത്രു BJP ആണ്. ആ BJPയെ തോൽപ്പിക്കാൻ എവിടെയൊക്കെ അവസരം കിട്ടുമോ അവിടെയൊക്കെ പറ്റാവുന്നവരുമായിട്ടൊക്കെ കൂട്ടുകൂടുക എന്നുള്ളതാണ്. CPM വാഴൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം ഒരു ഭാഗത്ത് തൊഴിലാളികൾക്കെതിരെയുള്ള നടപടികൾ, വേറൊരു ഭാഗത്ത് കൃഷിക്കാർക്കെതിരെയുള്ള നടപടികൾ, കാർഷിക രംഗത്ത് നൽകിയിരുന്ന എല്ലാ ആശ്വാസ നടപടികളും റദ്ദ് ചെയ്യുന്നതിനാണ്. ഇങ്ങനെയെല്ലാം വരുമ്പോൾ എല്ലാവരും സ്വാഭാവികമായി പ്രതിഷേധം പ്രകടിപ്പിക്കാൻ ഇറങ്ങും. അപ്പോൾ ആ കാര്യങ്ങൾ ചിന്തിക്കാൻ അവസരം നൽകരുത്. അതുകൊണ്ടാണ് നിങ്ങൾ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നോക്കുന്നത്. കൂടുതൽ കൂടുതൽ വർഗീയ സംഘർഷത്തിലേക്ക് നീക്കുക കാര്യങ്ങൾ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് രാജ്യത്ത് BJP ഭരണം ഉള്ളടമായാലും എല്ലാതടങ്ങളായാലും സംഘപരിവാർ ബോധപൂർവം വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും വർഗീയമായ ചേരിതിരിവും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്ന നിലക്ക് അമിത്ഷാക്ക് അറിയാത്ത കാര്യമാണോ? നിങ്ങളുടെ അത്തരമുള്ള എല്ലാ നീക്കങ്ങളും നടക്കാത്ത ഒരിടം ഇന്ന് ഇന്ത്യയിൽ ഈ കേരളമാണ്. നിങ്ങളെ അടുത്താണ് കേരളം എന്ന് പറയുമ്പോൾ അതാണോ മനസ്സിലുണ്ടായത്? നിങ്ങളെ മറ്റെല്ലാ പ്രദേശത്തെയും പോലെ ഈ പ്രദേശത്തെയും മാറ്റിക്കളയാമെന്നാണോ? അത് ഈ നാടും ജനങ്ങളും സമ്മതിക്കില്ല. വെറുതെ ഉണ്ടായതല്ല ഇത്. വർഗീയതക്കെതിരെ ജീവൻ കൊടുത്തു പോരാടിയവരാണ് ഈ മണ്ണിലുള്ളത്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരവസ്ഥ വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാകണം. ഇവിടെ രാജ്യത്താകെയുള്ള ഒരു പാർട്ടിയെക്കുറിച്ച് കൂടി പറയാതെ പറ്റില്ല. അതാണല്ലോ കോൺഗ്രസ്. എന്താ കോൺഗ്രസിന്റെ സ്ഥിതി ഇപ്പോ? കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് BJPയുടെ റിക്രൂട്ടിംഗ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ BJPയിലേക്ക് ആളെ സംഭാവന ചെയ്യുന്നൊരു പാർട്ടി തടുത്തു നിർത്താൻ കഴിയുന്നുണ്ടോ?
തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചിലരെ ചില സ്ഥലത്ത് കൊണ്ടുപോയി പ്രതിജ്ഞ എടുപ്പിക്കുന്നു. പ്രതിജ്ഞ എടുത്തവർ പിന്നെ പറയുന്നു, ആരെ മുന്നിലാണോ പ്രതിജ്ഞ എടുത്തത് ആ ആള് ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നു BJP-യിൽ ചേർന്നോ എന്ന്, അതുകൊണ്ട് ഞാൻ BJP-യിലേക്ക് പോവുകയാണ് എന്ന് ജയിച്ചതിന് ശേഷം പറഞ്ഞു പോകുന്നു. ഇതെല്ലാം രാജ്യത്ത് നടന്ന സംഭവങ്ങളല്ലേ? എത്ര പേര്, ഏതെല്ലാം തലങ്ങളിലുള്ളവര്, AICC-യുടെ പ്രധാനികള്, കേന്ദ്രമന്ത്രിമാരായിരുന്നവര്, പാർലമെന്റ് അംഗങ്ങളായിരുന്നവര്, സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരായിരുന്നവര്. മുഖ്യമന്ത്രി വിമർശനങ്ങൾക്ക് പ്രത്യേകിച്ച് അമിത്ഷായ്ക്കും പ്രതിപക്ഷത്തിനും മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയത്ത് വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.